പാട്ടിന്റെ പാലാഴി തീർത്ത കുഞ്ഞു ഗായകരുടെ പ്രിയ സംഗീത വിരുന്ന്, അവരുടെ പാട്ടിനെ നെഞ്ചിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ച ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ടോപ്പ് സിംഗർ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. ആലാപന മധുര വേദിയിലേക്ക് എത്തുന്നു നക്ഷത്ര. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. എന്തൊരു വെറൈറ്റി ഡ്രസ്സാണിത്. ഒരു മഹാറാണിയെ പോലെ ഉണ്ടല്ലോ. പൊക്കം ഇങ്ങനെ കൂടി കൂടി വരികയാണല്ലോ. മീനാക്ഷി, മകളെ നിന്റെ ഉച്ചയൊക്കെ കാണാൻ ഇപ്പൊ അവൾക്ക് ഈസി ആയിട്ട്. മീനാക്ഷിയുടെ ചെരുപ്പ് കണ്ട അത് ഞാൻ ഹീലിട്ടിട്ട്. അത് ശരി, അത് ശരി. സംഭവമൊക്കെ കൊള്ളാം. ഡ്രസ്സൊക്കെ നന്നായിരിക്കുന്നു. കോസ്റ്റ്യൂംസ്, പിന്നെ മേക്കപ്പ്, അതുപോലെ ഹെയർ സ്റ്റൈല് എന്ന് വേണ്ട ഇട്ടിരിക്കുന്ന കുണ്ടല മണ്ഡലാദികൾ ഇതെല്ലാം കൊള്ളാം. ഏത് പാട്ടാണ്? കണ്ണാരെ കണ്ണാരെ കടമ്പുമരം പുതിയല്ലേ. പെർഫോമൻസ് അല്ലേ? പെർഫോമൻസ് റൗണ്ട്. ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അയ്യോ മധു, എന്റെ മധു ഇത് പറയുന്ന വേറൊന്നുമല്ല, ഡാൻസ് കാണാനൊന്നുമല്ല, പഠിക്കാൻ. എന്തുകൊണ്ട് മധുവിനെ വിളിക്കുന്നില്ല സ്പെഷ്യൽ ഡാൻസ്? അല്ലല്ലല്ല, അതാണ് പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. മധുവിന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ആർക്കും പറ്റുന്നില്ല, പറ്റാത്തൊരു ഡാൻസാണ്. ചിലപ്പോ ഈ പാട്ടിന്റെ അവസാനം മധു കേറി. പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ, ഒരിക്കലും നിങ്ങൾ ചാനൽ മാറ്റരുത്. ഈ പാട്ടിന്റെ അവസാനം സ്പെഷ്യൽ ഡാൻസ് അതിങ്ങനൊക്കെ കറങ്ങി തിരിച്ചു വരും. ക്രിഞ്ച് മണിയായിട്ട് വരും. പ്രതീക്ഷ അസ്ഥാനത്താണ്. ഓൾ ദി ബെസ്റ്റ് മധു. അയ്യോ എനിക്കില്ല. Sapia, sappa sapia, sappa sapia, he he he, sappa sapia, sa sapia, sappa sapia, sappa sapia, he he he, sappa sapia. കണ്ണാരെ കണ്ണാരെ കടമ്പുമരം പൂത്തില്ലേ. പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. കണ്ണാരെ കണ്ണാരെ കടമ്പുമരം പൂത്തില്ലേ. പെണ്ണാളെ പെണ്ണാളെ കുഴൽ വിളിയും കേട്ടില്ലേ. നീലക്കണ്ണോ
അടിപൊളി അടിപൊളി കലക്കി ഇടിവെട്ട് കോറസ് പൊളിച്ചി നിങ്ങൾ പൊളിച്ചിനി ഡാൻസേഴ്സ് Orchestra. കലക്കി. നക്ഷത്ര എന്തോ യു റോക്ഡ്. Thanks. സത്യം പറയാം. കാരണം ഇത് ഞാനും ചിത്രയും കൂടെ പാടിയ പാട്ട് മാത്രമല്ല, ഇത് അങ്ങ് പോണ് എപ്പോഴാ ചെല്ലുന്നേ. അതെ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാ. ആ അവിടെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് ബുൾസൈൽ അടിച്ച പോലെ ആയിരുന്നു. കറക്റ്റായിട്ട് അതെ കൃത്യമായിട്ട് പാടി. എനിക്ക് ഇതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും തോന്നിയില്ല. നന്നായിരുന്നു. പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. കേട്ടോണ്ടിരുന്നു. കാരണം ഒരുപാട് ചേഞ്ച് ഓവർ ഉണ്ടല്ലോ. ഈ കമ്പോസിങ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, തൃശ്ശൂരായിരുന്നു, തൃശ്ശൂരോ എറണാകുളമായിരുന്നു. മമ്മൂക്ക ഉണ്ടായിരുന്നു, ദിലീപ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു ഈ സമയത്ത്. അപ്പോഴാണ് ഇത് ചെയ്തപ്പോഴത്തേക്ക് ഈ പിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ ആ സമയത്തെ? കാരണം അയ്യോ കുറയ്ക്കണം എന്നൊന്നും പറയാം. ഇപ്പോഴാണെങ്കിൽ പറയാം, ഒന്ന് ശകലം കുറയ്ക്കണേന്ന് പറയാം. അന്ന് അങ്ങനെയൊന്നും ഇല്ല, വെച്ച് പിടിച്ചു. പിന്നെ ചിത്ര പിന്നെ പറയണോ, ഇത് ഇതിൻ്റെ അപ്പുറവും പോവും. അപ്പോൾ അത് മോള് നന്നായിട്ട് പാടി കേട്ടോ. കാരണം മോശമൊന്നുമല്ല, നന്നായിട്ട് പാടി. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു രീതിയുണ്ട്. കാരണം ഇതൊരു ഉത്സവം മൂഡാണ്. അതിൽ മമ്മൂക്ക ഇങ്ങനെ വരുന്നു, ദിലീപ് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ട് അതിൻ്റെ അവിടെ ഉണ്ടാകുന്നൊരു ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഇൻസിഡൻ്റാണ്, ഒരു അടിയാണ് പിന്നെ അങ്ങോട്ട് ഈ പാട്ട് കഴിഞ്ഞാൽ. മോള് നന്നായിട്ട് പാടി. ഈ പാട്ടിനൊരു സ്ട്രക്ചറുണ്ട്. കേട്ട് രസിക്കുന്നവർക്ക് രസിക്കാം, രസിക്കാത്തവർക്ക് രസിക്കാതിരിക്കാം. എന്തായാലും നന്നായിരുന്നു. ഡാൻസേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് കോറസും എല്ലാം കൂടെ ഇരുന്ന് ബ്യൂട്ടിഫുൾ. Thank you, sir. മോളെ എന്തോ നല്ലൊരു എന്താ പറയണ്ട ഒരു ഉത്സവ പ്രതീതി കാഴ്ചവെച്ചു. താങ്ക് യു. കൊള്ളായിരുന്നു മൊത്തത്തിൽ. കാര്യം ഇത് ഞാൻ ആകെ പേടിച്ചത്, ഞങ്ങളത് പറയായിരുന്നു റേഞ്ച്. എൻ്റെ അമ്മേ, അവിടെ കിടന്ന് കാണാൻ തന്നെ പറ്റുന്നില്ല ആ നോട്ട്. അവിടെ സംഗതി അതിൻ്റെ ഇടയ്ക്ക് അവിടെ കൊണ്ടൊരു സംഗതി ആകെപ്പാടെ അവതാളത്തിലായിപ്പോ പാട്ടുകാർ. അനുരാധയുടെ കണ്ണ് തെള്ളിപ്പോയി. പോയി ആ കണ്ണ് തെള്ളി വെളിയിൽ വീണിട്ട് മധു അതെടുത്ത് വെച്ചു കൊടുത്തു. ചേച്ചി ഇപ്പൊ അത് കുഴിയിലും പോയി. മധു പറഞ്ഞില്ല, മധു ഒന്നും എഴുതിയില്ലെന്ന്. കാര്യം എഴുതാൻ പറ്റില്ല. ഫുൾ ടൈം കണ്ണെടുത്ത് കൊടുക്കോ? ഒരുപാട് ഡാൻസ് കണ്ടോ ഭീകര ഡാൻസ്. ഇവിടെ മാത്രമല്ല, ഞാൻ ഡാൻസ് ചെയ്ത് തുടങ്ങിയത് ശ്രീകുട്ടിച്ചേട്ടൻ ഡാൻസ് ചെയ്ത് തുടങ്ങിയതിന് ശ്രീയേട്ടൻ ശേഷം. തുടങ്ങി, പിന്നെ ശരത്തേട്ടനും ഞാൻ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ക്ഷീണിച്ച് മധു അങ്ങ് ക്ഷീണിച്ച് ഡാൻസ് ചെയ്ത്. മക്കളെ എന്തൊക്കെയാലും എനിക്ക് ടുവേർഡ്സ് എൻഡാണ് കുറച്ച് കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്തത് പാടിയതിൽ. പക്ഷെ അതെല്ലാം നന്നായിരുന്നു മോളെ. നൈസ്. ഓൾ ദി ബെസ്റ്റ്. നക്ഷത്ര എന്തോ അസലായിരുന്നു. Thank you. അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഉഗ്രനായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഡാൻസും മോളുടെ പെർഫോമൻസും എല്ലാം കൊണ്ടും സൂപ്പറോ സൂപ്പർ. Thank you, sir. ഓർക്കസ്ട്രയും അടിപൊളി. പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഒന്നും പറയാനില്ല. ഭാവിയിൽ നല്ലൊരു നക്ഷത്രമായി തീരട്ടെ, Thank you. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. നക്ഷത്ര എന്തോ ഒരു വലിയ ആഘോഷം പോലെ തോന്നി. അത് നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ പെർഫോമൻസ്, ഒരു നല്ല എല്ലാവരും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കാര്യം, ഒരു കൊലാബറേറ്റീവ് എഫേർട്ട് പോലെ തോന്നി. മോള് എന്ത് പറയണ്ട, എന്തൊരു റേഞ്ചാ, എന്തൊരു മൈ ഗോഡ്. ആദ്യം ആ ഹൈ നോട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് അയ്യോ ഇത്ര വേണോ, നമുക്ക് വേണമെങ്കിൽ ഒരു ശ്രുതി ഇറക്കാമായിരുന്നു. പക്ഷെ അനുപല്ലവി ചരണം പാടി, പിന്നെ അത് ആ ചരണം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ മോൾക്കത് പറ്റും. പക്ഷെ ആ ഒരു ഹൈ നോട്ട് മാത്രമാണ് അല്ലേ, എന്നാലും അത് തകർത്ത് പാടി. പിന്നെ എനിക്ക് അതൊരു വെരി ഇംപ്രസീവ് പെർഫോമൻസ്. യാ, കീപ് ഇറ്റ് അപ്പ്. Thank you. വീണ്ടും ഇവിടെ ഒരു ചർച്ച. 99 വേണോ 100 വേണോ? കുട്ടിക്ക് എന്താ വേണ്ടത്? കുട്ടിക്ക് 100 വേണ്ടത്. അല്ല, നമ്മള് വിദഗ്ധ സമ്മതിക്ക് വിടണമല്ലോ. പ്രശസ്ത നടി അവിടെ നിൽക്കുകയല്ലേ. കാരണം എന്തെങ്കിലും കുറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിച്ചോളൂല്ലോ. വേണ്ട, എനിക്ക് അറിഞ്ഞൂടാ. അവക്ക് എന്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്തായാലും 99 ഡെഫിനറ്റ്ലി യു ഡിസർവ്. 100 തരാം, കുഴപ്പമില്ല. എന്താ താല്പര്യം? അവക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഏതായാലും കുഴപ്പമില്ലെന്ന്. ഏതായാലും കുഴപ്പമില്ല. ഹൺഡ്രഡിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇങ്ങനെ വഴിക്കുവാ. കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ പാട്ട് പറഞ്ഞു. അവൾ ചുമ്മാ ജാടക്ക് പറഞ്ഞു എന്നുള്ളൂ കൊടുത്തേക്ക്. ശരി, സോ 99 അല്ലേ? ഒന്നുമില്ല. ഒരൊച്ച. അല്ല, ഞങ്ങൾ തീരുമാനിച്ചു. 99 + 1 out of 100. Yes, congratulations. സൂപ്പർ.
ആടിയൊരു മമ്മൂക്കപ്പൂ കിട്ടി. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. ടാറ്റാ. പാട്ടുവിരുന്നിലെ ആറന്മുളക്കാരി നമ്മുടെ ദേവനന്ദ കുട്ടി എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. വീണ്ടും മുടി സ്പ്രിങ് പോലെ ആയല്ലോ. ദേവനന്ദ കുട്ടി, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ സ്കൂളിലെ എന്റെ ക്ലാസ് ടീച്ചർ അന്നാസ് ടീച്ചർക്കും എന്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ ഷീല ടീച്ചർക്കും മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കും സ്കൂളിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഹായ്. ഇതാണോ തുടക്കത്തിൽ? പാടിക്കഴിഞ്ഞു പോരായിരുന്നു. അല്ല, ഒരു ഹായ് കൊടുത്തേക്കാണ്. പിന്നെ ഇല്ല, സമാധാനം ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ ആർക്കും ഹായ് കൊടുക്കത്തില്ല. ശരി, പാടി തീർന്നു. പാടി കഴിഞ്ഞാൽ അപ്പൊ ഒരു ഡബിൾ ഹായ് ആയിരിക്കും. ഏത് പാട്ടാ പാടുന്നത്? കാനനക്കുയിലെ കാതിലാണ്. മ്യൂസിക് മോഹൻ സിത്താര സാർ. സിനിമ ബ്രഹ്മചാരി. മിസ്റ്റർ ബ്രഹ്മചാരി. പാടിയത് ഞാൻ. MG സാറും രാധിക മാമും. രാധികയെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് മറ്റേ ചേതന സ്റ്റുഡിയോയിലാണ്, അവിടാണ്, തൃശ്ശൂർ. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു ചേച്ചി. പൊന്നു തരാമോ? കാനനക്കുയിലേ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ? കനകനിലാവേ കയ്യിലിടാനൊരു മോതിരക്കല്ലു തരാമോ? മാരനവൻ
സർ. കലക്കി സൂപ്പർ. ബ്യൂട്ടിഫുൾ മോളെ. താങ്ക് യു Super. സർ. അസലായിട്ട് പാടി, അസലായിട്ട് മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. കാരണം ഇതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്, കുരുക്ക് സംഗതികൾ ഒത്തിരിയുണ്ട്. അതിനകത്ത് 99%ഉം മോള് ജസ്റ്റിസ് പുലർത്തി. പക്ഷേ ലാസ്റ്റിലത്തെ ഒരു സംഗതി ഏതാണ്ട് കൃത്യമായിട്ട് അങ്ങോട്ട് വന്നില്ല. അപ്പം അന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ശകല അത് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല. ഞാൻ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യം പറയുന്നത്. ഇത് ഞാൻ പാടിയ പാട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നേരെ മറിച്ച് വേറെ ആരെങ്കിലും പാടുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അറിയത്തില്ല. ഇനി അങ്ങനെയാണോ അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. ഇത് ഒന്നും പറയാനില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേൾക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത് ഞാനൊന്നെടുത്ത് പ്രോഗ്രാമിന് പാടിയാൽ എന്താ എന്ന് വരെ ഇതിനിടയിൽ എൻ്റെ ചിന്തകൾ അങ്ങോട്ട് പറന്നുപോയി. ഓർക്കസ്ട്ര ടോപ്പ് ബാൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവർ അസാധ്യമായിട്ട് വായിച്ചു. ഇത് എപ്പോഴും നിങ്ങളെപ്പറ്റി പറയുന്ന വേറൊന്നുമല്ല. നിങ്ങളിത് ലൈവാണ് വായിക്കുന്നത്, അല്ലാതെ ഈ മിഡി ഇട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ട്രാക്ക് ഇട്ടിട്ടല്ല. ഇവർ ലൈവായിട്ട് വായിക്കുമ്പോഴത്തേക്ക് അതൊരു ഒരു 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 മഹാസംഭവമാണ്. ഇന്ന് കേരളത്തിൽ ലൈവായിട്ട് വായിക്കുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതെല്ലാം ലൈവായിട്ട് വായിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു വലിയ നമസ്കാരവും വലിയൊരു കയ്യടി. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. മോളും അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ഇത് മോഹൻ സിത്താര ഈണം നൽകിയ ഒരു ഗാനമാണ്. ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ. ഞാൻ കണ്ടായിരുന്നു മോഹൻ സിത്താരയുടെ ഒരുപാട് വൈറലായിട്ടുള്ള കുറേ കട്ട്സ്. അതായത് അദ്ദേഹത്തിനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടന്നപ്പോൾ ആരും ഒരു നോക്ക് കാണാൻ പോലും ചെന്നില്ല. 1-2 വ്യക്തികൾ മാത്രമേ പോയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ വ്യക്തികൾ പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ മോഹനോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മോഹൻ എൻ്റെ വയലിനിസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചിത്രത്തിൽ പാടുന്നത് MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സംഗീതമാണ്. പിന്നെ ഞാൻ ശരിക്കും എനിക്കൊരു ലൈഫ് തന്നത് എന്ന് പറഞ്ഞ് തുടക്കത്തിൽ കിട്ടിയത് രവീന്ദ്രൻ മാഷാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അതിനുശേഷം കുറച്ച് പേരുടെയൊക്കെ പാടിയതിന് ശേഷമാണ് പുതുമഴയായി മനോഹരമായിട്ടുള്ളൊരു പാട്ട് എനിക്ക് മോഹൻ തന്നത്. മോഹൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മോഹന് വയ്യാതെ വരുമ്പോൾ ആരും വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത വിഷമം വരും. തീർച്ചയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെ അറിയാം. അതുപോലെ തന്നെ അങ്ങോട്ട് പാട്ട് ചോദിച്ച് വിളിച്ച് ശല്യപ്പെടുത്തിയ ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ ഞാൻ മോഹൻ്റെ അടുത്ത്, കാരണം മോഹൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. മോഹൻ്റെ സഹോദരൻ സുബ്രഹ്മണ്യം സിത്താർ വായിക്കുന്നത് തൊട്ട് എല്ലാവരെയും എനിക്കറിയാം ഫാമിലിയായിട്ട്. കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞില്ല, ഗാനമേളയ്ക്ക് മോഹൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണും. നമുക്ക് സങ്കടം വരുമ്പോഴോ നമുക്കൊരു വീഴ്ച വരുമ്പോഴോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികൾ പോലും കാണില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അതിന് ഒരു ഉദാത്തമായ ഒരു പാട്ടുമുണ്ട്. ഏതമത്? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അതുകൊണ്ട് മോഹൻ ഒരിക്കലും വിഷമിക്കേണ്ട. മോഹൻ്റെ കൂടെ ഗുരുവായൂരപ്പനുണ്ട്, ദൈവമുണ്ട്, അല്ലെങ്കിൽ മോഹൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇനിയും ഒരുപാട് പടങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച് ഞങ്ങളുടെ മലയാളികൾക്ക്, ഇവിടെ ഞങ്ങൾ എപ്പോഴും മോഹൻ്റെ പേര് പറയാറുണ്ട്, ഒരുപാട് പാട്ടുകൾ ഞങ്ങളുടെ കുട്ടികൾ പാടാറുമുണ്ട്. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനിയും ഒത്തിരി പാട്ടുകൾ ചെയ്യാനുള്ള കഴിവും ആരോഗ്യവും ഈശ്വരൻ നൽകും. അല്ല അണ്ണാച്ചി, ഞാനും ഈ നമ്മുടെ അണ്ണാച്ചിയുടെ ഈ ഒരു വൈറൽ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമമായി. കാര്യം ഞാൻ വിചാരിച്ചേക്കുന്ന അണ്ണാച്ചി ഇവിടെ രാജാവായിട്ട് തകർത്ത് വാഴുക എന്നാണ്. ഇടയ്ക്ക് അസുഖം ഉണ്ടായത് മാത്രമേ എനിക്ക് അറിയാവൂ. അതും അദ്ദേഹം അതിനുശേഷം ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കുന്നത്. അത് കുറേ സന്തോഷം. കാര്യം അണ്ണാച്ചിക്ക് എനിക്കുള്ള കണക്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ ചിത്രം ക്ഷണക്കത്ത് ചെയ്യുമ്പോൾ പാട്ടുകൾ ഞാനും അതിൻ്റെ പശ്ചാത്തല സംഗീതം മോഹൻ സിത്താര അണ്ണാച്ചി ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിലും എപ്പോഴും കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന 2 പേരാണ് ഞങ്ങൾ. ഇപ്പം എനിക്കറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ, ഒരു വിഷമമായിപ്പോയി കേട്ടോ. ഇത് അണ്ണൻ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഈ കാലത്ത്
നമ്മുടെ മക്കള് തന്നെ നമ്മുടെ കൂടെ കാണത്തില്ല. അതിൽ എത്രയോ വൃദ്ധസദനങ്ങളല്ലേ ഇവിടെയുള്ള മറ്റുള്ള വില്ലാസിനേക്കാളും ഒക്കെ കൂടുതൽ ഇവിടെ. കാര്യം അതെന്താണ്, കൂടി വരികയാണ്. അതങ്ങ് കൂടുകയാണ്. അത് കുറച്ച് ഡീസൻ്റ് ആയിട്ട് പറഞ്ഞ് ഞങ്ങൾ അമ്മയല്ല ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കും. അതിനകത്ത് കാര്യമില്ലല്ലോ, അതും ഇതൊക്കെ ഒരുപോലെ തന്നെ. അപ്പം ഇത്ര പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു വലിയ സത്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചൊക്കെ നല്ലവരും ഉണ്ട് എൻ്റെ അണ്ണാച്ചി. മനസാക്ഷിയുള്ളവർ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അണ്ണാച്ചിയുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു തീവ്രത അറിയാൻ വയ്യാഞ്ഞിട്ടാണ് നമുക്ക് ബന്ധപ്പെടാൻ പറ്റാതെ പോയത്. നല്ലവരും ഉണ്ട് ഈ ഭൂമിയിൽ, അതുകൊണ്ടാണ് ഈ ഭൂമി നിൽക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് അണ്ണാച്ചി കൂടെ. എപ്പോഴും നമ്മൾ കെട്ടിപ്പിടിച്ച് കൂടെ തന്നെ ഉണ്ട്. ഇപ്പം MG അണ്ണൻ പറഞ്ഞ പോലെ അണ്ണാച്ചി ഇനിയും തകർത്ത് ഉഗ്രം പാട്ടുകൾ ചെയ്യണം. എനിക്ക് പറ്റുന്ന പാട്ടുണ്ട്, എനിക്ക് ഒരെണ്ണം തരിക, ഞാൻ പാടിക്കോട്ടെ. അല്ലേ അണ്ണാച്ചി? മധുവിനും കേട്ടോ, മധുവിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടേ എനിക്ക് തന്നാൽ മതി. അല്ലല്ല, ഞങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്തു. മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് അത് റിലീസ് ചെയ്തു. എഴുത്തോല എന്നാണ് ആ സിനിമയുടെ പേര്. അക്ഷരമാല കൊണ്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മോഹൻ ചേട്ടനെ വിളിച്ചിരുന്നു. പക്ഷെ അറിയാതെ വല്ലാതെ കണ്ടപ്പോൾ വല്ലാതെ സങ്കടം വന്നു. ഞാനത് അറിഞ്ഞില്ല. എനിക്ക് സോഹൻ ചേട്ടനാണ് അത് അയച്ചു തന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സങ്കടം വന്ന് ഞാൻ മോഹൻ ചേട്ടനെ വിളിച്ചു. കരഞ്ഞു, വല്ലാതെ കരച്ചിൽ വന്നു എനിക്ക്. അപ്പോൾ പറഞ്ഞേട്ടാ മധു കരയണ്ട, അത് സാരില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു കുറച്ച് വിഷമം വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ, അത് ആ സമയത്ത് അങ്ങ് പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും മോഹൻ ചേട്ടൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതെ മക്കളെ, സോറി മോളെ, ഞങ്ങൾ നിന്റെ പാട്ടിൻ്റെ കാര്യം മറന്നു. അപ്പം മോളെ, അസാധ്യ പാട്ട് മോള് അതിമനോഹരമായിട്ട് പാടും. കുറച്ച് സംഭവങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ ഈ സമയത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സത്യമാണോ? കുറച്ച് അത് മോക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ ഈസി ആയിട്ട് പാടിക്കൊണ്ട് പോകാൻ പറ്റത്തതേ ഇല്ല മക്കളെ. ഇത് അത് അവിടെ ഇവിടെ മുക്കിനും മൂലയ്ക്കും ഒക്കെ സംഗതികളാ. ഒരു വളവ് തിരിഞ്ഞവരെന്താ നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞ പോലെ അല്ല, എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ സംഗതികളൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ആശ്വസിക്കാൻ പോകുമ്പോഴാണ് ലാസ്റ്റില് ഒരു എക്സ്ട്രാ ഒരു ചുരുപ്പും കൂടി ഇരുന്നോട്ടെ അണ്ണാച്ചിയുടെ ഭാഗം. അപ്പൊ മോളെ നന്നായിടാ, സൂപ്പർ ബൈ. ഞങ്ങൾക്കൊക്കെ കുറെ ഇഷ്ടമായി. ലവ് യു മുത്തേ. നമ്മുടെ ശ്രീകുടൻ ചേട്ടൻ തന്നെ അത് അംഗീകരിച്ചു തന്നല്ലോ. ശ്രീകുടൻ ചേട്ടൻ പാടിയ പാട്ടാണ്. അതേ കൂടുതൽ എന്ത് വേണം? അതെ, അത് കുളിനെന്ത് വേണം, അല്ലറ ചില്ലറ ചില കാര്യങ്ങളൊക്കെ അതൊന്നും ഒന്നുമല്ല. മോളെ പാടി കുറേ അറിയാം. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. ഭൂരിഭാഗവും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മോഹൻ ചേട്ടൻ്റെ വളരെ മനോഹരമായ പാട്ടുകളിൽ ഒന്നാണിത്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അടിപൊളി, എന്തൊരു പാട്ടായിരുന്നു. മൈ ഗോഡ്, സോ പ്രൊഫഷണൽ. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇനി ശ്രീയേട്ടൻ സ്റ്റേജിൽ പാടാൻ പോകുന്നെങ്കിൽ നമ്മുടെ ദേവുവിനെ വിളിച്ച് ഡുവറ്റ് പാടണം. അങ്ങനെ ചെയ്യണം. ബിക്കോസ് അസാധ്യമായിട്ട് പാടി. വരൂ, ഒരുപാട് പൈസ വല്ലതും ചോദിക്കൂ. അധികം ചോദിക്കരുത്, കഷ്ടപ്പാടില്ലാവും. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. എപ്പോഴും തന്നെ എല്ലാ പാട്ടിലും വീഡിയോ പ്ലേ ചെയ്യും. ഇത് എനിക്ക് 23-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അയക്കും. അല്ല, ദേവു നല്ല കുട്ടിയാണ്, തീർച്ചയായിട്ടും പാടിത്തരും. വലിയൊരു ഓണറല്ലേ ശ്രീയേട്ടനോട് കൂടി പാടണമെങ്കിൽ, അല്ലേ? അപ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അത്രയ്ക്ക് അതിമനോഹരമായിട്ട് പാടി. ആരാണ് മെന്റർ ഇതിന്റെ? ഗ്രൂമർ ശ്യാം സാറല്ലേ? വൈശാഖ് സി സാറ്, സനൂപ് സാറ്. എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, അഭിനന്ദനങ്ങൾ. ബിക്കോസ് ഓരോ സംഗതിയും അങ്ങനെ കറക്റ്റായിട്ട് അതിന് വേണ്ടത് കൊടുത്തു. പിന്നെ അതിൻ്റെ വേണ്ട എക്സ്പ്രഷൻ, വേണ്ട ഡൈനാമിക്സ്, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ പെർഫെക്റ്റ് പ്രൊഫഷണൽ പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ ദേവു. അനുവിന് വളരെയധികം സന്തോഷം എന്നുള്ളതിന്റെ തെളിവാണ് ആ ലിറിക്സിന്റെ പേജിൽ മുഴുവൻ കോലം വരച്ചിട്ടേക്കാണ്. വീടിന് മുമ്പിൽ രാവിലെ തന്നെ കോലിടൂല്ലേ, അതാണ് മുഴുവൻ ആ പേജിൽ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ് ദേവു. ഇങ്ങനെ തന്നെ ഓരോ പെർഫോമൻസും കാഴ്ചവെക്കണം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് നിർവഹിച്ചിരിക്കും. മോള് ആദ്യം പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ and we are giving you 100 out of 100. Congratulations. ആട്ടി ഒരു മോഹൻ സിത്താര പൂക്കുറ്റി. So nice. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.